മാറ്റിവിടണം. അതേസമയം ജാസി ഇവിടേക്ക് കയറുന്നതിന് ചൂലും കെട്ടോണ്ടടിക്കും. അടിയടിനെ പിടിച്ചിട്ട് രണ്ടാളിനും പിടിച്ച് കൊടുക്കണം. രണ്ടിന് രണ്ട് വീടുകൾക്ക് ആക്കണം. അവൻ പെണ്ണാവൂല, അവൻ ആണെന്നെ ആവുള്ളൂ. ആഷിയുടെ ഉമ്മയുടെ ഒരു വോയിസ്, ഈ ഒരു വോയിസിൽ കൃത്യമായിട്ട് അവർക്ക് എത്രത്തോളം ജാസിയോട് വെറുപ്പുണ്ടെന്നും ജാസി തന്നെ എത്രത്തോളം തെറി വിളിച്ചെന്നും ആഷിയെ അവിടെ പിടിച്ച് ലോക്കാക്കിയിരിക്കുകയാണ് എന്നുള്ള നഗ്ന സത്യം എല്ലാവർക്കും ഏകദേശം അറിയുന്ന കാര്യം തന്നെ അത് പുറത്തേക്ക് പറയുന്നു എന്നുള്ളതാണ്. ജാസി ആണാവേണ്ട ഇടങ്ങളിൽ ആണുമാവുന്നുണ്ട്, പെണ്ണാവേണ്ട ഇടങ്ങളിൽ പെണ്ണുമാവുന്നുണ്ട് എന്നാ പറയുന്നത്. ആഷിയെ വിളിക്കുന്ന സമയത്ത് ജാസി ഫോൺ എടുക്കും, ഫോൺ എടുത്തിട്ട് ഉമ്മയെ തെറി വിളിക്കുന്നു എന്നുള്ളൊരു കാര്യം. അതുകൂടാതെ തന്നെ ഇപ്പോ 10-11 മാസമായിട്ട് നാട്ടിലുണ്ടത്രേ, ഉമ്മാന്റെ അടുത്ത് ഇതുവരെ വന്നിട്ടില്ല, വിടുന്നില്ല എന്നുള്ളത്. അതുപോലെ ജാസിയുടെ ഉമ്മയും ഈ കാര്യത്തിൽ ഭയങ്കര സപ്പോർട്ടാണ്. എന്ത് ചെയ്യാനാണല്ലേ, ഒരു ഉമ്മയുടെ ഒരു ഭയങ്കര സങ്കടമാണ്. ഒന്ന് കേട്ടു നോക്കാം. ഈ സോഷ്യൽ മീഡിയയിൽ ജാസി പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, അവൻ വന്ന് ഇങ്ങനെ പറയുന്നല്ലോ, ഈ നന്ദിനി പറഞ്ഞ പെൺകുട്ടിനെ, അതിലെന്താ വാസ്തവം നമുക്ക് ആർക്കും അറിയില്ല. അതിലെന്താ വാസ്തവം ഉണ്ടെന്ന് ഈ ആഷിക്ക് പറഞ്ഞ കുട്ടിനെ ഇവന് അടിച്ചിട്ടും കുത്തിയിട്ടും കയ്യില് മുറിയൊക്കെ ആക്കിയിട്ടും അങ്ങനെ ഓരോ പ്രശ്നങ്ങളായപ്പോ അവന്റെ അടുത്ത് പോയിട്ട് നന്ദിനി എന്നൊന്ന് കയറ്റി വിടണം. അപ്പൊ അവൻ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു, എന്നൊന്ന് രക്ഷപ്പെടുത്തണം എന്നിട്ട് ഇവൻ അവിടെ പോയതാണ്. അവിടെ പോയിട്ട് ആഷിക്കിന്റെ ഉമ്മയോട് സംസാരിക്കുന്നത്. അവിടെ പോയിട്ട് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, ഞാൻ നാട്ടിലേക്ക് വരികയാണ്, ജാസ്റ്റിനെ ഇങ്ങനെയൊക്കെ കാട്ടിയിരിക്കുന്നു പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ആ പെൺകുട്ടിനെ വിളിച്ചിട്ട് ചുമ്മാ അങ്ങനെയാണ്, എന്താണ് അവനെങ്ങനെ ആക്കുന്നത്, രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ ഞാനാണ് പറഞ്ഞത് ആ കുട്ടിയോട്, മോളെ അവന്റെ അടുത്ത് പൈസ ഒന്നുമില്ല, വിസ ഇല്ല, പാസ്പോർട്ട് അവൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, നീ എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷപ്പെടുത്തുകൊണ്ട് ഞാനാണ് ആ കുട്ടിനോട് പറഞ്ഞത്. അല്ലാതെ ഈ ജാസി നായി പറയണതൊന്നല്ല സത്യം. എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോരാ, അവന് എല്ലാ സോഷ്യൽ മീഡിയയിലും വന്ന് വല്ലാണ്ട് പീത്തുന്നുണ്ടല്ലോ. അതെന്താണെന്ന് ഇത് ആൾക്കാർക്കറിയില്ല. അവനെ പിന്താങ്ങുന്നുള്ള യൂട്യൂബുകാരും അവരിവരൊക്കെ. ഇതിന്റെ വാസ്തവം എന്താണെന്നറിയോ? എന്റെ മോൻ അതിൽ പെട്ട് കിടക്കന്നെ. നന്ദിനി പറയണ പെൺകുട്ടി ഇതിൽ ഒരു ഇതുമില്ല, അവള് ഇതിനെ സ്നേഹിക്കണില്ല, വശീകരിക്കണില്ല, ഒന്നുമില്ല. ഇവൻ പറഞ്ഞു നടക്കണ നന്ദിനി എനിക്ക് മരുന്ന് കൊടുത്തിക്കണ അങ്ങനെ ഇങ്ങനെ. ഈ ജാസി പറയണത് ഒരു സത്യമില്ല. ജാസിന്റെ ഉമ്മ ഉണ്ടല്ലോ, ജാസിന്റെ ഉമ്മ എന്റെ മോനോട് എന്താ പറഞ്ഞു, എന്റെ മോനെ എങ്ങനെയാ പറയണ അങ്ങനെ നീ ജീവിക്കുന്നു. ഇവൻ പറഞ്ഞല്ലോ ആഷിക്കിന് ഒരിക്കലും എനിക്ക് വിടാൻ പറ്റില്ല. അതുപോലെ ഒരു പെറ്റ തള്ളയാണ് ഞാന്. 3 വർഷം എന്റെ കുട്ടി ഇങ്ങോട്ട് വരാണ്ട് വന്നിട്ട് 5 ദിവസം ഇവിടെ നിൽക്കാൻ അയച്ചോളൂ. ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇപ്പൊ വരാണ്ട് പോയിട്ട് ഇപ്പൊ 10 മാസമായി ദുബായിൽ നിന്ന് ഈ നാട്ടിൽ വന്നു. ഇന്ന് വരെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് എന്റെ കുട്ടിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ അവൻ എന്തെല്ലാം തെറി എന്നെ വിളിച്ച് അയക്കുറഞ്ഞ. എന്നിട്ട് നമ്മൾ അത് നോക്കിക്കഴിഞ്ഞ അവിടെ അവൻ ഡിലേറ്റ് ആക്കി കളി. അവന്റെ ഫോണിലുണ്ട് എന്നെ തെറി വിളിച്ചത്, സ്വന്തം തള്ളനെ അവന്റെ മുമ്പിൽ വെച്ച് വിളിച്ച്. എങ്ങനെയുണ്ട്? ആഷിയുടെ ഉമ്മയെ ജാസി വിളിക്കുന്ന തെറിയെ കുറിച്ചാ പറയുന്നത്. അതുകൂടാതെ തന്നെ ജാസി വളച്ച് അവിടെ ലോക്കാക്കിയിരിക്കുകയാണ്. എല്ലാ വീഡിയോ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ആഷിക്ക് മിണ്ടാൻ അവസരം കൊടുക്കുന്നില്ല എന്നുള്ളതാ. ഇപ്പൊ ഉമ്മ ഈ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞ കാര്യമുണ്ട്, ജാസിക്ക് ആണാവാനും അറിയാം, പെണ്ണാവാനും അറിയാം എന്നുള്ളത്. ഇത് ഇഷ്ടം പോലെ കേസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഈ ആണ് പെണ്ണായി കഴിഞ്ഞാല് ഈ പെണ്ണിന് ആണിന്റെ കരുത്തുണ്ടാവും എന്നുള്ളതാ. നല്ല കിട്ടല് കെട്ടിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. നല്ല ഇടിയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറെ മുമ്പ് ഒരു വീഡിയോ കണ്ടതാണ് അല്ലെ. ഓക്കെ, മുഴുവൻ കാണാം കേട്ടോ. ഇതൊക്കെ ജാസി കാട്ടിയാട്ടോ, ഇതൊന്നും ആർക്കും അറിയില്ല. അവൻ പറയണത് കംപ്ലീറ്റ് നോണയാണ്. അവൻ ആണിന്റെ ഭാഗത്തെത്തി ആണും, പെണ്ണിന്റെ ഭാഗത്തെത്തി പെണ്ണുമായിട്ട് അവൻ അഭിനയിക്കും. അവന് ഒരു ഓപ്പറേഷൻ ചെയ്യൂല, അവനെ ഒരു എന്തും ചെയ്യൂല. അവനക്ക് ഭയങ്കര പേടിയാണ്. അവൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പേടിച്ചിട്ടാ പോയി ആ പെണ്ണിന്റെ സകുമ്പോ സമാധാനത്തിൽ തന്നെ ഇരുന്നിക്കരുത്. അല്ലാണ്ട് ഇവൻ പറയണത് ഒന്നും നോണല്ല. ഇവൻ കംപ്ലീറ്റ് പറയണ നോണയാണ്. ഇവൻ എന്താ സത്യം പറയണത്? ഇവനിക്ക് പറയണത് ഇവന്റെ ഉമ്മ അവനക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. ഇന്റെ മോനെ അവിടെ കയറ്റൂല, അവനെ ഒഴിവാക്കിയിട്ട് വന്ന് ഞങ്ങൾ കയറ്റാൻ തയ്യാറാണ്. ഇവന്റെ കൂടെ ഇരിക്കണ ഞങ്ങൾ കയറ്റൂല. ഞങ്ങൾക്ക് മാനം നാളുണ്ട്, പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല. ഇവരൊരു വീഡിയോ, ഇവരെ അങ്ങനെ ജീവിക്കണമെങ്കിൽ എന്തിന് ഈ യൂട്യൂബിൽ വന്ന് ഇങ്ങനെ തീത്താൻ നിൽക്കണത്? എല്ലാം സഹിച്ച് ഞങ്ങൾ ഇരിക്കില്ല. എന്തൊരു വേദനയാണെന്ന് എനിക്കറിയാം. അവന്റെ വാപ്പ മരിച്ചിട്ട് 3 വർഷമായിട്ടുള്ളൂ. വാപ്പ മരിച്ചിട്ട് ഒരു 7 ദിവസം ഇവിടെ നിൽക്കാൻ അവൻ അയച്ചില്ല. അവൻ പോയി ഇവിടുന്ന്. ഇതൊന്നും ആയിരിക്കും ഈ നന്ദിനി പറയുന്ന പെൺകുട്ടി ഇവരെ നല്ല സഹായിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് ഒന്നുമില്ല. ഇവൻ പറയണ കംപ്ലീറ്റ് നോണയാണ്. അവര് ഇന്റർവ്യൂല് വന്ന് പറഞ്ഞ തൊള തുറക്കാൻ വിടുന്നുണ്ട് ആഷിക്കിനെ. അപ്പൊ അവനും കൂടെ നിന്ന് പറയുന്നുണ്ട് നല്ലപോലെ വർത്താനം. ഇവനല്ലേ പറയണ ചെലക്കണ് നടന്നിട്ട്, ആ ചെലക്കണ് കേൾക്കാൻ ആൾക്കാരുണ്ടല്ലോ. ഇതൊക്കെ നല്ല വേദന ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഈ യൂട്യൂബും അതും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഈ നന്ദിനി പറയണ കുട്ടി പാവോട്, ആ കുട്ടി ഇതിന്
സഹായിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ കുട്ടിനെ ഓരോന്നും പറയുന്നത്? ഇവൻ ചെയ്ത തെണ്ടിത്തരങ്ങളും ആ കുട്ടിനെ എന്തിനാ പറയുന്നത്? അവൾക്ക് ജീവിക്കണം, ഒരു പെൺകുട്ടിയല്ലത്. ഇവനിക്ക് അവളെ ദേഷ്യമുണ്ട് പറയണത്. ഇവൻ എല്ലാ തെണ്ടിത്തരം ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഇവൻ പറഞ്ഞു എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവൻ ഒന്നാകണ്ടല്ലോ അവൻ്റെ അടുത്ത്. എന്നിട്ട് അവളുടെ അടുത്ത് പോയി നമുക്ക് സോൾവ് ആക്കാൻ ഇവൻ പോയതല്ലേ, ഇവൻ തന്നെ പോയത്, എന്നിട്ട് അവളല്ല വന്നത്, ഇവനെ പോയി സോൾവ് ആക്കിയത്. എന്നിട്ട് അവൻ നല്ല ആളാകണ് അങ്ങനെ പറയും. ഉസ്താദിന്റെ അടുത്ത് പോയി പറ, അത് ശരി തന്നെയാണ്, ഉസ്താദിന്റെ അടുത്ത് പോയിട്ടുണ്ട്. അവന് ഇവിടെ വന്ന് പറഞ്ഞിട്ട് അവൻ മെസ്സേജ് അയച്ചിരിക്കണം, എന്റെ ഉമ്മ എന്ത് തന്നാലും നീ കുടിക്കരുത്, അതിൽ മരുന്ന് ഇട്ടിട്ടുണ്ടാവും, ഒന്നും കഴിക്കരുത്, ബീഫ് കഴിക്കൂല. 45,000 റുപ്യ കൊണ്ട് കൊച്ചിയിൽ ഇവര് വന്നിട്ട് ഒരു പൂജ നടത്തി. അത് കാരണം ബീഫ് കഴിക്കാൻ പാടില്ല, ബീഫ് കഴിക്കാൻ പാടില്ല, അവര് കഴിക്കണ്ട പറഞ്ഞതിന്. ഇതൊക്കെ ആർക്കെങ്കിലും അറിയാം. ഇത് യൂട്യൂബിൽ കടന്ന് ഇവരിങ്ങനെ തളങ്ങണ്ടല്ലേ. ഇതിന് പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ കൊടുക്കണം അടി അവരിനെ പിടിച്ചിട്ട്, രണ്ടാളിനെ പിടിച്ച് കൊടുക്കണം, രണ്ടിന് 2 വീടുകൾ കാക്കണം. അവൻ പെണ്ണാവൂല, അവൻ ആണെന്നെ ആവുള്ളൂ. അവന് ആൾക്കാരുടെ മുമ്പിൽ ഈ പെൺവേഷം കെട്ടി നടക്കുള്ളൂ. എനിക്ക് ഭയങ്കര പേടിയാണ്. അവൻ ആണിന്റെ അടുത്ത് പോയ ആണും പെണ്ണിന്റെ അടുത്ത് വന്ന പെണ്ണും ആകണവന്, കെട്ടികെട്ടവന്. ഒരു ഉമ്മയുടെ സങ്കടമായിട്ട് നിങ്ങൾ ഇതിനെ കാണണം. ചില ആളുകൾ ഭയങ്കരമായിട്ട് ട്രാൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. എനിക്ക് ട്രാൻസിനോട് യാതൊരു വെറുപ്പുമില്ല. പക്ഷെ ഒരു കാര്യം മാത്രമുണ്ട്, എന്റെ വീട്ടിൽ അങ്ങനെ ട്രാൻസ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വിഷമം എനിക്ക് മനസ്സിലാവുള്ളൂ. ഇതിപ്പോ ഈ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജാസി തന്നെ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് ആഷിക്ക് എന്താ ചെയ്യുക, വേറൊരു കല്യാണം കഴിക്കുകയാണെന്ന് കാര്യം കുഞ്ഞുണ്ടാവും, എന്നെ കൊണ്ട് അത് കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ അത്ര സ്നേഹമാണെന്നുണ്ടെങ്കിൽ ആളെ വെറുതെ വിടണം, ആളുടെ ലൈഫ് നോക്കി പോട്ടെ. ഇത് പിടിച്ചു വെക്കുകയാണ് എന്നും ആഷിയുടെ ഉമ്മ വിളിക്കുമ്പോ ഉമ്മയുടെ ഫോൺ എടുക്കുന്നത് എറി വിളിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. വളരെ 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 മോശം. എനിക്ക് ഇങ്ങനത്തെ ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ട്രാൻസിനല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പല ആളുകളും മാന്യമായി ജോലിയൊക്കെ എടുത്ത് മുന്നോട്ട് കൊണ്ട് ഉമ്മ പറയുന്ന ഒരു ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഞങ്ങളെ നാണം കെടുത്തുന്നുള്ളത്? അവർക്കൊരു നാണക്കേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരി തന്നെയാണ്. അവരുടെ ഭാഗം ആളുകൾ ന്യായീകരിക്കും, അവരുടെ കൂടെ തന്നെ എല്ലാവരും നിൽക്കും അല്ലേ. പിന്നെ കൂടോത്രം ഭയങ്കര ദീനിയാണ്, വളരെ മതപരമായിട്ടുള്ള എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ജാസി പറഞ്ഞിട്ടുള്ളത്. കൂടോത്രം ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ഒരു കാര്യമാണ്. നമ്മളും അതിന് അന്ധവിശ്വാസം എന്ന രീതിയിൽ തന്നെ എടുക്കുന്നത്. ആ ഒരു സാധനമൊക്കെ അവിടെ വന്ന് ചെയ്തത്രേ. പിന്നെ സ്വന്തം വീട്ടിൽ നിന്ന് ഉമ്മ കൊടുക്കുന്ന ഭക്ഷണം പോലും കഴിക്കരുത് എന്ന് പറഞ്ഞു എന്ന് എന്തെങ്കിലും കലക്കി തരുമത്രേ. കൊള്ളാം, അടിപൊളി. ഞങ്ങൾക്കറിയും ഇതിന്റെ വാസ്തവം എന്താണെന്ന് ഞങ്ങൾക്കറിയും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവന്റെ അടുത്ത് വന്ന ആഷിക്കിന് അവന് നല്ല വഷളാക്കി വിടും, യൂട്യൂബിലും എല്ലാം. അതാണ് അവൻ പറയുന്നത്, ഞാൻ വന്ന് പറഞ്ഞ് എങ്ങനെ ആക്കും അങ്ങനെ ആക്കും. എത്ര ഫോൺ ഇവന്റെ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് ജാസി, എത്ര ഫോൺ എറിഞ്ഞ് പൊട്ടിട്ടുണ്ട്. കുറെ എന്റെ കുട്ടി ഫോണില്ലാണ്ടിരുന്നു. ഇന്ന് ഞങ്ങൾ ആഷിക്കിന് മെസ്സേജ് അയക്കാൻ പറഞ്ഞ ആ നമ്പർ ജാസിന്റെ കയ്യിലാണ്, അവനാ നോക്കല് മെസ്സേജ് അയച്ചാല്. ഇവൻ എന്നെ നോക്കുക. സെപ്റ്റംബറിൽ വന്നതാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 10. സ്വന്തം ഉമ്മാനെ പോലും കാണാൻ വിടാത്ത ജാസി ഭയങ്കര സംഭവമാണ്, ഭയങ്കര ദീനിയാണ്, തേങ്ങാക്കൊലയാണ്, മാങ്ങാത്തൊലിയാണ്. ആ പയ്യന്റെ ലൈഫ് അവന്റെ ഉള്ളം കയ്യിൽ പിടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടല്ലോ. ഈ ഉമ്മാന്റെ വാക്ക് കേൾക്കുമ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കണം. അതായത് ജാസി ആഷിയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അവന്റെ മൊബൈൽ ഫോൺ വാങ്ങി എറിഞ്ഞ് ഉടച്ചോണ്ടിരിക്കുക അത്രേ. എന്താ ചെയ്യ? 10 മാസം എന്റെ കുട്ടി ഇവിടെ വന്നിട്ട് 10 ഉറുപ്പ്യ ഞങ്ങളുടെ വീട്ടിലേക്കില്ല, വേണ്ട. 2 വർഷം എന്റെ 10 ഉറുപ്പ്യ ഞങ്ങൾക്ക് ചെലവ്. ഇവന്റെ ചെലവിനെ കഴിയണ ഓരോ യൂട്യൂബർമാര് പറയണ്ടേ, ഇവൻ സമ്പാദിച്ച പൈസ എവിടെ? കംപ്ലീറ്റ് ജാസിന്റെ കയ്യിലാണ്. ജാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ ഒരിക്കൽ സംസാരിച്ച വസ്തു എന്തെന്നോട് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് 3 എണ്ണല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് 3 എണ്ണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. എനിക്ക് ഒന്നുള്ളൂ പറയും. എന്തിനു സപ്പോർട്ട് ചെയ്യണ്? മോൻ വരുമ്പത്തിന് ഇറച്ചിയും 10 ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനു ഇവനെ അവനെ സ്വീകരിക്കണം, ആട്ടിവിടണം. അതേസമയം ജാസി ഇവിടേക്ക് കയറുന്നതിന് ചൂലും കെട്ടോണ്ടടിക്കും. ഞാൻ കേറ്റൂല. ഇവരുടെ ഉമ്മ എന്തിനു കേറ്റണത്? അതന്നെ ഞാൻ പറയണത്. ഈ നല്ല സപ്പോർട്ടാണ്, ഈ മക്ക് കാര്യം ഉണ്ടാവും. ഞങ്ങൾ അന്ന് വിളിച്ചപ്പോ പറയണത് എന്തെല്ലാം പറയുന്ന അവര്. ഈ ചെക്കൻ്റെ അടുത്തൊന്നും വായി കൊടുക്കാൻ പറ്റും. ചെക്കനിക്ക് എന്ത് വായാണ് പറഞ്ഞ? പെണ്ണല്ല ആദ്യഘട്ടവൻ എല്ലാരും ആരെയാണ് കുടുംബത്തോടെ അവൻ അനാവശ്യം പറയും. ഇനി എന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടെന്നാ, എന്തെല്ലാം അനാവശ്യം പിന്നെ വിളിച്ചിട്ടുണ്ടെന്നല്ല. ആ മെസ്സേജ് അവൻ അപ്പ ഡിലേറ്റ് ആക്കും. എന്റെ മോന്റെ മുമ്പിൽ വിളിച്ചാൽ എന്റെ മോൻ കേട്ടിട്ടേക്കും. എന്നോട് പറയാൻ എന്റെ മോനിക്കൊന്നും അവിടെ പറയാൻ പാടില്ല. അതേസമയം ആഷിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവൻ സ്വൈരം കൊടുക്കുമെന്ന് നിങ്ങളൊക്കെ വിചാരിക്കണ്ട. അങ്ങനെ ആഷിക്ക് അവിടെ അടിമായിട്ട് ഇരിക്കുകയാണ്.
ഞങ്ങൾ മൊയിലേരത്തും കൊല്ലാക്കാത്തുമില്ല. പടച്ച റബ്ബിനോടെ ഞാൻ പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂല പടച്ച. എന്നെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഉണ്ടാവും. എന്നും ഇവര് 16 പോലെ ഇരിക്കൊന്നുമില്ല. എത്ര വേദന ഉണ്ട് എനിക്ക്. ഒരു നേരം ഞാൻ നിസ്കാരപ്പായിൽ ഇത് കരയാത്ത ദിവസമല്ല. അതാ എന്റെ വേദന എവിടെ പോലും എവിടെയും പോലും. ആ നന്ദിനി പറഞ്ഞ കുട്ടിനെ വെറുതെ വിടണം മതി. ഇവൻ എന്തിനാണ് അത് കേട്ടിട്ട് ആ പെൺകുട്ടിനെ ഓരോരുത്തരും എന്താണെന്ന് പറയുക. അത് സഹായിച്ചിട്ടുള്ളത് എനിക്കറിയും. ഒരിക്കൽ അവിടെ പോയിരുന്നിട്ട് അവിടുന്ന് വിളിച്ച് നന്ദിനി എന്നോട് പറഞ്ഞു, ഉമ്മ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ ഞാനാണ് പറഞ്ഞു, മോളെ ഒന്ന് സഹായിക്ക്. ഞാൻ കരഞ്ഞിട്ടാണ് അത് 2 മണി സമയത്ത് ഉറക്കത്തുനിന്ന് നീച്ചതാണ് ഞാൻ പറഞ്ഞത്. അണ്ണാ അല്ലാണ്ട് ഞാൻ നോണ പറയില്ല. എനിക്ക് നോണ പറയേണ്ട ആവശ്യമില്ല. എന്റെ വേദനയെ കൊണ്ട് ഞാൻ പറയണം. ആ കുട്ടിന്റെ സങ്കടം കൊണ്ട് ഞാൻ പറയാണ്. അണ്ണാ ഇതിനൊരു പരിഹാരം കാണുന്നെ വേണം. എന്താ പറയുക, അവര് വീട് ചെയ്യരുത്. വീട് ചെയ്യാൻ വിടാൻ പാടില്ല. ഈ ഒരു വാക്കുകൾ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതായി തോന്നുന്നുണ്ട്. ഒരു ഉമ്മയുടെ വേദന തന്നെയാണ്. ഇവിടെ ജാസി എന്ന് പറയുന്ന ആ ആണായി ജനിച്ച ആണ് തന്നെ, അവൻ തന്നെ ഈ ഒരു ആഷി എന്ന് പറയുന്ന മറ്റൊരാണിനെ വളച്ച് അവിടെ ലോക്കാക്കി വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. നിങ്ങൾക്ക് 3 ആൺമക്കളല്ലേ, അതിലൊന്നിനെ എനിക്ക് തന്നൂടെ എന്നത്ര ആ ജാസിയുടെ ഉമ്മ ചോദിച്ചത്. നിങ്ങൾക്ക് ഒന്നല്ലേ ഉള്ളൂ, അതിനെ ഒലക്കടിച്ച് വളർത്തിക്കൂടെ എന്ന് ഉമ്മയും പറയുന്നു. കറക്റ്റാണോ? കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. ഒരു തർക്കമോ കാര്യത്തിൽ വേണ്ട. ഇവിടെ ദീനിയെയും മതത്തെയും ഒന്നും വലിച്ചിട്ടിട്ട് സംസാരിക്കല്ല ജാസിയെ. കാരണം നിനക്കതിന് യാതൊരു യോഗ്യതയും ഇല്ല എന്നുള്ളതാണ്. ഇനി മറ്റുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൗലിക അവകാശങ്ങൾ ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആഷിയുടെ സ്വാതന്ത്ര്യം നിങ്ങൾ നിഷേധിക്കരുത്. അയാൾ പൂവച്ച പൊക്കോട്ടെ. അയാളുടെ ഉമ്മ കിടന്ന് കരഞ്ഞ കാണുന്നില്ലേ? സ്വന്തം ഉമ്മാന്റെ അടുത്ത് 3 ദിവസം അത്രേ, 10 മാസമായി നാട്ടിൽ വന്നിട്ട് 3 ദിവസമാണ് നിൽക്കാൻ സംഭവിച്ചത്. അത്ര 2 കൊല്ലത്തിന് ശേഷം നാട്ടിൽ വന്നപ്പോ 5 ദിവസം നിന്നപ്പോഴത്തേനും തിരിച്ചു കൊണ്ടുപോയി. വീട്ടിൽ നിന്ന് ഉമ്മ തരുന്ന ഭക്ഷണം പോലും കഴിക്കരുതെന്ന് പറഞ്ഞു എന്നുള്ളത് കൊള്ളാം. പല കേസിലും എടുത്തു നോക്കിയാൽ ഒരു കാര്യം കറക്റ്റാ. അതായത് പെണ്ണാണായി കഴിഞ്ഞാൽ, ആണ് പെണ്ണായി കഴിഞ്ഞാലും അവരുടേതായ കരുത്ത് അത് മാറുന്നില്ല. ആ കരുത്ത് വെച്ചുകൊണ്ട് ആളുകളെ വളയ്ക്കുന്നതും ലോക്കാക്കുന്നതും നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. താല്പര്യമുള്ളവർക്ക് കമന്റ് ചെയ്യാം, താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.